ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. ഞായറാഴ്ചയാണ്. പതിവ് പോലെ ചോദ്യങ്ങളും അവർക്കുള്ള മറുപടിയും എന്ന സെഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു സംശയം സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ടാണ്. ആരാണ് പ്രഘോഷിക്കാൻ യോഗ്യർ എന്ന ഒരു കാര്യം ആ ചോദ്യത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സ്ഥാനപൃഷ്ടനാക്കപ്പെട്ട ഒരു ബിഷപ്പ് സുവിശേഷം പ്രഘോഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് പ്രഘോഷണ വഴിയിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ചോദ്യം ഉത്ഭവിച്ചത്. ഒരാൾ തെറ്റ് തിരിച്ചറിഞ്ഞ് സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിയാൽ കുഴപ്പമുണ്ടോ എന്നാണ് ചോദ്യം. പരാമർശിക്കപ്പെട്ട ബിഷപ്പ് ഇങ്ങനെ തെറ്റ് തിരിച്ചറിഞ്ഞ് തെറ്റേറ്റു പറഞ്ഞ ആളല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിനെതിരായ കേസ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒന്നുകൂടിയാണ്. പേര് പറഞ്ഞ് ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും എല്ലാവർക്കും അറിയാവുന്ന പേരായതുകൊണ്ടുമാണ് പേര് പരാമർശിക്കാതെ കാര്യം പറയുന്നത്. പരാമർശ വിധേയമായ വിഷയം ഒരു സന്യാസിനിയുമായി അവിഹിതമായ ഒരു ബന്ധം ഒരു ബിഷപ്പിനുണ്ടെന്ന് ആരോപിക്കപ്പെടും. അത് ബലാത്സംഗമാണോ സ്ത്രീപീഡനമാണോ എന്നുള്ള കാര്യമൊക്കെ ആ കേസിന്റെ മെരിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കട്ടെ. അതിനെക്കുറിച്ചല്ല ചർച്ചാ വിഷയം. ചർച്ചാ വിഷയം ഇതാണ്: ആ ബിഷപ്പ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. വാസ്തവത്തിൽ കുറ്റവിമുക്തനാക്കപ്പെടുകയല്ല ചെയ്തത്, കൂടുതൽ കുഴപ്പം പിടിച്ച ഒരവസ്ഥയിലേക്ക് ആ ബിഷപ്പ് എത്തിച്ചേർന്നു. ബലാത്സംഗം നടന്നിട്ടില്ല, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്നാണ് കോടതി വിധി പ്രസ്താവിച്ചത്. അതിനെതിരായി അപ്പീൽ പോയിട്ട് ആ കേസ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ സന്യാസിനി ഈ ഇടയ്ക്ക് പൊതുമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും താൻ അതിജീവിതയുമല്ല ഇരയുമല്ല, താൻ നേതാവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ബിഷപ്പിന്റെ പ്രസംഗത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കേട്ട ആളല്ല നമ്മൾ, അതുകൊണ്ട് നമുക്ക് ആ പ്രഘോഷണത്തെക്കുറിച്ച് അറിയില്ല. പ്രശ്നം ഇതാണ്: അദ്ദേഹം അനുതാപിയായി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടല്ല പ്രഘോഷണ രംഗത്ത് വന്നിട്ടുള്ളത്. അക്യൂസ്ഡായി നിൽക്കുമ്പോഴാണ്. ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, കോടതിയിൽ കേസ് നിലനിൽക്കുന്ന ഒരാൾ. സുവിശേഷ പ്രഘോഷണം യഥാർത്ഥത്തിൽ അനുതാപത്തിന്റെ ശുശ്രൂഷയാണ്. നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത് നല്ലവനാണെന്ന ഭാവത്തിലല്ല, ഏറെ തെറ്റുകൾ പറ്റിപ്പോയിട്ടുള്ള ആ പിഴവുകളെക്കുറിച്ച് അനുതാപമുള്ള ഒരാളായിട്ടാണ്. നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ കുറവുകളും പോരായ്മകളും ഉള്ളതാണ്. അനുതാപത്തോടെ അല്ലാതെ യേശുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് സാധ്യമല്ല. ഇവിടെ വിഷയം അദ്ദേഹം ഇപ്പോൾ കുറ്റവാളിയായി നിൽക്കുന്നു, കോടതിയിൽ നിൽക്കുന്നു, കേസിൽപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെയുള്ള ഒരാൾ സുവിശേഷ പ്രഘോഷണം എന്ന മേലങ്കി ധരിക്കുന്നത് വിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് നമ്മുടെ പക്ഷം. കുറ്റവിമുക്തനാക്കപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് രാഷ്ട്രത്തിൽ നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ മാർപ്പാപ്പ അദ്ദേഹത്തോട് വിരമിക്കുന്നോ അതോ പിരിച്ചുവിടണമോ എന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിലാണ്. ബലാത്സംഗമാണോ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണോ എന്നത് കേവലം മാനുഷികമായൊരു വിഷയമാണ്. അത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണ്, പൊതുസമൂഹത്തെ സംബന്ധിക്കുന്ന വിഷയമാണ്. വിശ്വാസിയെ സംബന്ധിച്ച വിഷയം എന്താണ്? അദ്ദേഹം മെത്രാനായിരിക്കെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുത്തി എന്നതാണ്. എങ്ങനെയാണ് ഒരു ക്രൈസ്തവ പുരോഹിതൻ മെത്രാനായിരിക്കേണ്ടത് എന്നതിന് 3 കാര്യങ്ങൾ നമുക്ക് പറയാം: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. അതിൽ ദാരിദ്ര്യം പൊതുവെ സെക്കുലർ പ്രീസ്റ്റിന് ഉള്ളതല്ല, സന്യാസ വൈദികർക്കുള്ളതാണ്, സന്യാസിനികൾക്കുള്ളതാണ്. എന്നാൽ ദാരിദ്ര്യം അങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോഴും മിതത്വം മതി എന്ന ധാരണയിൽ എത്തുമ്പോഴും അനുസരണവും ബ്രഹ്മചര്യവും നിലനിൽക്കുന്നു. അതിൽ ബ്രഹ്മചര്യത്തിൽ ലംഘനം വന്ന ഒരാൾ പൊതുസമൂഹത്തിന് മുൻപിൽ എത്രയോളം നീതീകരിക്കപ്പെട്ടാലും വിശ്വാസ വിഷയത്തിൽ വീണുപോയ ആളാണ്. ഒരു തെറ്റുപറ്റിപ്പോയാൽ അത് ഏറ്റു പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ അനുതാപിയാണ്, ഞാൻ ക്രിസ്തുവിനെ വേണ്ടും വിധം പ്രഘോഷിച്ചില്ല, ഞാനൊരു ദുസ്സാക്ഷ്യമായി മാറി, ഇങ്ങനെ വീഴ്ച പറ്റിയ ഒരാളാണ് താൻ എന്ന് സ്വയം പറയുന്നതും പ്രഘോഷണമാണ്. അതേസമയം കുറ്റവിമുക്തനാക്കപ്പെട്ടത് ബലാത്സംഗ കേസിൽ മാത്രമാണെന്നിരിക്കെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുത്തിയെന്ന് പൊതുസമൂഹം പറയുന്ന, നീതിന്യായ വ്യവസ്ഥ പറയുന്ന ഒരാൾ, വിശ്വാസ വഴിയിൽ അയാളുടെ ദൗത്യത്തിൽ നിന്ന് വീണുപോയി എന്ന് ഉറപ്പാക്കപ്പെട്ട ഒരാൾ, മാർപ്പാപ്പ പിരിച്ചുവിടുന്നതിന് പകരം സ്വയം പിരിഞ്ഞു പോകുന്നുവെന്ന് ചോദിച്ച് ഒരു പിരിഞ്ഞു പോകലിനുള്ള അവസരം കൊടുത്ത ഒരാൾ സുവിശേഷം പ്രഘോഷിക്കുന്നത് നീതിയുക്തമല്ല. എന്തുകൊണ്ടാണ് മാർപ്പാപ്പ ഇത്ര കാലം വൈകി അങ്ങനൊരു തീരുമാനം എന്ന് പറഞ്ഞത്? അതിനൊരു കാരണമുണ്ട്. ഡൽഹി ആർച്ച് ബിഷപ്പായിരുന്നു ഈ മെത്രാന് തെറ്റുപറ്റി എന്ന കാര്യം മാർപ്പാപ്പയെ അറിയിക്കേണ്ടത്. അക്യൂസ്ഡായി നിൽക്കുന്ന ഒരാൾ ആ സ്ഥാനത്തിന് യോഗ്യനല്ല എന്ന കാര്യം പറയേണ്ടിയിരുന്നത് ഡൽഹി ആർച്ച് ബിഷപ്പാണ്. ആ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയില്ല.
കേരളത്തിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി. ഇത് ബലാത്സംഗ കേസൊന്നുമല്ല, ഒരു മെത്രാനെതിരെ ആരോപണം ചെയ്തു, സഭയിൽ സംഘർഷം ഉണ്ടായി. ആ സമയത്ത് ഭാഗ്യസ്മരണാർഹനായ ദാനിയേൽ അച്ചാരപുറമ്പിൽ പിതാവായിരുന്നു വരാപ്പുഴ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ്. ആ ആർച്ച് ബിഷപ്പിന്റെ കീഴിലാണ് കൊച്ചി രൂപത. അതുകൊണ്ട് അപ്രകാരം ആരോപണ വിധേയനായ ഉടനെ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉയർന്നു വന്ന ഉടനെ, ദാനിയേൽ ആചാര്യപുറമ്പിൽ പിതാവ് അതിവേഗം ഇടപെട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കി. മെത്രാൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. സഭ സംശുദ്ധമായിരിക്കണം. ശുശ്രൂഷകർ പ്രത്യേകിച്ചും തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അവർക്ക് പിഴവുണ്ടായാൽ അത് വിശ്വാസ സമൂഹത്തെ ബാധിക്കും, വിശ്വാസ പ്രഘോഷണത്തെ ബാധിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ് ദാനിയേൽ പിതാവ് അങ്ങനെ തീരുമാനമെടുത്തത്. ആ തീരുമാനം ശ്രേഷ്ഠമാണ്, ആ തീരുമാനം നീതിയുക്തമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പരാമർശിക്കപ്പെടുന്ന ഈ ബിഷപ്പ് യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ, നമ്മുടെ കാര്യമല്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴും കുറ്റാരോപിതനായി നിൽക്കുന്നു എന്ന സാഹചര്യത്തിൽ സുവിശേഷം പ്രഘോഷിക്കുന്നത് മാന്യമായ പ്രവൃത്തിയല്ല. വിശ്വാസ പ്രഘോഷണത്തെ അത് ദുർബലമാക്കും, അത് പരിഹാസ്യമാക്കും എന്ന കാര്യമാണ് നമ്മൾ സൂചിപ്പിച്ചത്. പിന്നെ ഈ കന്യാസ്ത്രീമാരെ കുറിച്ചൊരു കമന്റ് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടെടുക്കേണ്ടി വന്നായിരുന്നു. അവർ പ്രലോഭിപ്പിക്കാൻ നടന്ന നിലയ്ക്കാണ്. ഇത് സൂര്യനെല്ലി കേസിൽ ജഡ്ജിയും ചോദിച്ചതാണ്. 40 ദിവസം നിനക്ക് കിട്ടിയില്ലേ കുഞ്ഞെ, നിനക്കൊന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാമായിരുന്നില്ലേ? നിരവധി തവണ ആക്രമണത്തിനിരയാക്കപ്പെട്ട സ്ത്രീകൾ നേരിടുന്നൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്, നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല, അന്ന് പ്രതികരിച്ചില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇത്ര തവണ ഈ പീഡനത്തിനിരയായത്, നിങ്ങൾക്ക് എതിർക്കാമായിരുന്നില്ലേ? പുരുഷാധിപത്യ രീതിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് ഇതൊക്കെ അസാധ്യമാണെന്ന് നമുക്കറിയാം. സ്ത്രീയെ ഇങ്ങനെ കീഴ്പ്പെടുത്താൻ പൊതുസമൂഹത്തിലും സഭാസമൂഹത്തിലും സാധ്യമാകുന്നുണ്ടെന്നും എന്നുള്ളതാണ് കാര്യം. ഇനി ഇവർ പ്രലോഭിപ്പിക്കാൻ നടന്നു വന്നാണെങ്കിൽ നിശ്ചയമായിട്ടും അത്രത്തോളം ബലമേ വിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കുള്ളൂ. സ്ത്രീകൾ എല്ലായിടത്തും പ്രലോഭിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പുരുഷന്മാർ പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കാണും. സ്ത്രീകൾ പ്രലോഭിതരാകുന്നുണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അപ്പൊ സ്ത്രീകൾ രണ്ടാം കിട പൗരന്മാരായി, താഴ്ന്നവരായി, ലൈംഗിക ഉപകരണങ്ങളായി സാമാന്യവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകത്തിന്റെ പ്രതിനിധിയായിട്ടായിരിക്കണം ഒരു സുഹൃത്ത് ഈ കന്യാസ്ത്രീമാരെ കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതിയുക്തമായല്ല നിയമം പോലും ഈ രാജ്യത്ത് സ്ത്രീകളോട് ഇടപഴകുന്നത്. നിയമത്തിന്റെ തെളിവുകളും സാക്ഷ്യപത്രങ്ങളും പലപ്പോഴും ദുർബലമായിരിക്കും. അവിടെ ഈ സ്ത്രീ അപമാനിക്കപ്പെടും. സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. കന്യകയും അമ്മയുമായ ഒരു സന്യാസിനിയെ താൻ പീഡിതയാക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്നതോ കുറ്റപ്പെടുത്തുന്നതോ വിശ്വാസപരമായി ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് പീഡിതരാക്കപ്പെട്ട അക്രമത്തിന് വിധേയമായ ഈ സ്ത്രീപക്ഷത്ത് നിൽക്കാനേ നമുക്ക് കഴിയൂ. എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവരുടെ കൂടെയാണ് സഭ നിൽക്കേണ്ടത്, വിശ്വാസികൾ നിൽക്കേണ്ടത്. അതിൽ പിഴവുണ്ടോ എന്ന് കാര്യമായ പരിശോധന വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കും വേണം, സഭാ നേതൃത്വത്തിനും അത് കൂടിയേ തീരും. രണ്ടാമത്തെ ചോദ്യം, സമ്പത്ത് ദൈവദാനമല്ലേ? നിശ്ചയമായും അതെ. വിശ്വാസികൾ സമ്പത്ത് ആർജിക്കുന്നത് കുഴപ്പമല്ല എന്ന് പല ഉദാഹരണങ്ങളില്ലേ? ജോബിന് അങ്ങനെ സമ്പത്ത് കൊടുത്തിട്ടില്ലേ? അബ്രഹാം സമ്പന്നനായിരുന്നില്ലേ? സോളമന് സമ്പത്തുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ ശരിയാണ്. അബ്രഹാമും ജോബും സോളമനും ഒക്കെ പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ ദൈവാനുഗ്രഹത്തിന്റെ മുഖമുദ്രയായി കണക്കാക്കപ്പെട്ടിരുന്നത് സമ്പത്താണ്. സമ്പത്തിന്റെ ഉടയവൻ ദൈവമാണ് എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അത് നമുക്ക് നൽകുന്ന ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുക മാത്രമാണ്. നാം കാര്യസ്ഥരാണ്, മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്തിന്റെ പിന്നാലെ വരണം എന്ന് മാത്രമല്ല, തനിക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക കൂടി വേണം. അപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അങ്ങനെയില്ല. നാം എത്തിച്ചേരേണ്ട ഒരു ഔന്നിത്യം അതാണ് എന്ന കാര്യം ഓർക്കണം. ഇവിടെ സുവിശേഷ പ്രഘോഷകർ സമ്പത്ത് ആർജിക്കുന്നതിനെ സംബന്ധിച്ച സുവിശേഷ പ്രഘോഷണ മാർഗം നിസ്വരുടെ മാർഗമാണ്. തലചായ്ക്കാൻ ഇടമില്ലാതിരുന്ന, ബിഷപ്പിന് ഭക്ഷണം കിട്ടാതെ പോയ, നീതി നിഷേധിക്കപ്പെട്ട, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട ഒരുവന്റെ പിന്നാലെ യാത്രയാക്കുന്നവർ ഭാണ്ഡങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കുന്നത് യോഗ്യമാണോ എന്നാണ് നമ്മുടെ ചോദ്യം. വിശ്വാസികൾ എല്ലാവരും പങ്കുവെപ്പിന്റെ മാർഗത്തിലേക്ക് തിരിയേണ്ടതാണ്. സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടല്ല ജീവിക്കേണ്ടത്. തങ്ങൾക്കുള്ളവ, തങ്ങൾക്ക് ദൈവദാനമായി ലഭിക്കുന്ന സമ്പത്ത്
മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ അവർക്ക് നിഷ്ഠ വേണം എന്നത് പലപ്പോഴും പാലിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന ഒരു ദൗർബല്യത്തിലാണ് നമ്മളുള്ളത് എന്നത് പരമാർത്ഥമായിരിക്കെ, പ്രഘോഷകർ എങ്ങനെയായിരിക്കണം? സുവിശേഷ പ്രഘോഷണം ഒരു ധനാഗമന മാർഗത്തിനായിട്ട് ഉപകരിക്കാമോ? സമ്പത്തിന്റെ പിടിയിൽപ്പെട്ട ഒരു പ്രഘോഷകൻ എങ്ങനെയാണ് പങ്കുവെപ്പിന്റെ സുവിശേഷം പറയുക? ദരിദ്രനായ ക്രിസ്തുവിനെ എങ്ങനെയാണ് ലോകത്ത് അവതരിപ്പിക്കുക? അവിടെയാണ് വിഷയമുള്ളത്. അതുകൊണ്ട് സമ്പത്ത് ഒരു തിന്മയാണെന്നോ സമ്പത്ത് ക്രൈസ്തവർ നേടുന്നത് അപകടമാണെന്നല്ല പറയുന്നത്. തങ്ങൾ നേടുന്ന സമ്പത്ത് പങ്കുവയ്ക്കാൻ അവർ വിളിക്കപ്പെടുന്നു എന്ന കാര്യം ഓർക്കണം. സുവിശേഷ പ്രഘോഷകർ ഒരു കാരണവശാലും സമ്പത്തിന്റെ മേലാളന്മാരായിരിക്കരുത്. മിസ്റ്റർ പത്രോസ് പറഞ്ഞ കാര്യം ഓർക്കണം. പത്രോസും യോഹന്നാനും പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ വഴിയിൽ കണ്ട ഒരു മുടന്തനോട് പത്രോസ് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ എൻ്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, കർത്താവായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. കർത്താവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയണമെങ്കിൽ ശുശ്രൂഷകരായവർ തങ്ങൾക്കുള്ളവ കൈവിടണം, നിസ്വരാവണം, തങ്ങൾക്ക് ക്രിസ്തുവേ ഉള്ളൂ എന്ന ബോധ്യം ഉണ്ടാവണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. വിശ്വാസികളെല്ലാം തങ്ങൾക്കുള്ളവ ദൈവദാനമാണെന്ന് തിരിച്ചറിയുകയും അധ്വാനം മുഖേന തങ്ങൾ ആർജിക്കുന്നവ തങ്ങളുടെ കഴിവ് കൊണ്ടല്ലെന്നും അത് ദൈവദാനമാകയാൽ എല്ലാവർക്കും വേണ്ടിയാണെന്ന ബോധ്യത്തോടെ പങ്കുവെക്കണം എന്നുള്ള കാര്യം ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട പ്രഘോഷകർ തന്നെ സമ്പത്തിനുടമകളായി മാറുന്നു. അതുകൊണ്ട് അവർ പ്രഘോഷിക്കുന്ന പ്രഘോഷണത്തിലും സമ്പത്ത് സ്വീകാര്യമായ കൈയടക്കി വയ്ക്കാനുള്ള സ്വകാര്യ ഉടമസ്ഥതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായിട്ട് മാറണമെന്ന് പഠിപ്പിക്കും. നമ്മളതിന് വിരുദ്ധമായിട്ട് പറയുന്നത് വിശുദ്ധാത്മാക്കളുടെ ജീവിത പാരമ്പര്യം വെച്ചാണ്. അപ്പോസ്തലന്മാരും വിശുദ്ധാത്മാക്കളും തങ്ങൾക്കായി ഒന്നും കരുതിയില്ല. കാരണം അവർ ക്രിസ്തുവിനെ അനുഗമിച്ചു, ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. ദരിദ്രനായ ക്രിസ്തുവിനെ ലോകത്തെ പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ സമ്പത്തിന്റെ ആധിപത്യത്തിനകത്ത് മുഴുകിപ്പോകുന്നുണ്ടോ എന്ന കാര്യമാണ് വിശ്വാസ വഴിയിലെ പ്രഘോഷണ വഴിയിലെ പ്രതിസന്ധിയായിട്ട് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് സമ്പത്ത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടല്ല കരുതേണ്ടത്. അത് ദൈവദാനമാണെന്ന് തന്നെയാണ്. അത് പങ്കുവെപ്പിനുള്ളതാണെന്ന് പഠിപ്പിക്കാൻ, വിശ്വാസം പ്രഘോഷിക്കാൻ, ദരിദ്രനായ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നവരായി മാറാൻ ശുശ്രൂഷകർക്ക് ബാധ്യതയുണ്ട്. 2 കൊരിന്ത്യർ 8:9 നമുക്കറിയാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ സർവ്വസമ്പന്നനായിരിക്കെ എല്ലാം ഉപേക്ഷിച്ച് നമ്മോട് കൂടെ വന്നു. അത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വിശക്കുന്നവനും പീഡിതനും ദരിദ്രനും എല്ലാവരാലും പരിത്യജിക്കപ്പെട്ടവനും കൂട്ടാളിയായിരിക്കാൻ വിളിക്കപ്പെടുന്ന പ്രഘോഷകർ സമ്പത്ത് കേന്ദ്രീകൃതമായ സുവിശേഷം പ്രഘോഷിക്കുന്നത് അപകടമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു പ്രഘോഷകനെ സംബന്ധിച്ച് സമ്പത്ത് ദരിദ്രന്റെ വിശപ്പിന് ആഹാരമായിട്ട് മാറണം, കിടപ്പാടമില്ലാത്തവന് കിടപ്പാടമായിട്ട് മാറണം. അങ്ങനെ തൻ്റെ ഇല്ലായ്മയാണ് മറ്റുള്ളവരുടെ ഉള്ളായ്മയായി മാറാൻ പ്രഘോഷകൻ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് വിശ്വാസ വഴിയിൽ സമ്പത്ത് കേന്ദ്രീകൃതമായ പ്രഘോഷണം അപകടകാരിയായിട്ട് മാറുന്നത്. അടുത്ത ഒരു ചോദ്യമായിട്ട് വന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ പാദ്രി പിയോയുടെ അടുത്ത് പിശാച് കുമ്പസാരിക്കാൻ ചെന്നൊരു കഥയാണ് ഈ പോസ്റ്റിൽ പങ്കുവയ്ക്കപ്പെട്ടത്. അത് പാദ്രി പിയോയുടെ ജീവചരിത്രത്തിൽ നിന്നുള്ളതാണ്. വിശുദ്ധാത്മാക്കൾ പല ജീവിത രീതികളിലും പോയിട്ടുണ്ട്. വിശുദ്ധാത്മാക്കളുടെ ജീവിത രീതികളെ കുറിച്ച് പിന്നീട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. വിശുദ്ധാത്മാക്കൾ സ്വയമായി എഴുതിയ കൃതികൾ പോലും സഭയുടെ ആധികാരിക പഠനങ്ങളല്ല. അങ്ങനെ ഒരു പഠനം ആധികാരികമാകണമെങ്കിൽ സഭ അത് ഡോക്ടറേനായിട്ട് പ്രഖ്യാപിക്കണം. അങ്ങനെയാണ് ഡോക്ടർ ഓഫ് ദി ചർച്ച് ഉണ്ടാകുന്നത്. വിശുദ്ധ അംബ്രോസ്, വിശുദ്ധ കൊത്തോസ്യ, വിശുദ്ധ ജോൺ ഓഫ് ദി ക്രോസ് തുടങ്ങിയ പല വിശുദ്ധന്മാരും ഗ്രന്ഥങ്ങളും ആശയങ്ങളും എഴുതിയിട്ടുണ്ട്, സുവിശേഷത്തെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവ സഭയുടെ ഡോക്ടറേനായിട്ട്, സിദ്ധാന്തങ്ങളായിട്ട് സഭ അംഗീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ നിരവധി വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സഭ അത് പഠന വിഷയമാക്കുകയോ അല്ലെങ്കിൽ അത് ആധികാരികമായ പ്രബോധനമായി അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ആധികാരികമായ രേഖയായി പ്രബോധനമായി അംഗീകരിക്കണമെങ്കിൽ അത് സുവിശേഷത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനമാണെന്ന് സഭയ്ക്ക് പ്രഖ്യാപിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ വിശുദ്ധാത്മാക്കൾ എഴുതുന്ന പുസ്തകങ്ങളോ അവരുടെ ആശയങ്ങളോ അനുകരണീയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പാദ്രി പിയോയെ സംബന്ധിച്ച് പാദ്രി പിയോയുടെ ഗ്രന്ഥങ്ങളോ പഠനങ്ങളോ അല്ല അദ്ദേഹത്തിന്റെ വിശുദ്ധിയുടെ അടയാളം. അദ്ദേഹം അവസാനം വരെ സഭയോട് വിധേയപ്പെട്ടു നിന്നു. കുമ്പസാരം വിലക്കിയിട്ടും പരസ്യമായി കുർബാന അർപ്പണം നിഷേധിച്ചിട്ടും ഒന്നും അതിൽ നിന്ന് പിന്മാറാതെ നിരന്തരമായി
തൻ്റെ കയ്യിലെയും കാലിലെയും മുറിവുകൾ തിരുസഭയുടെ നിർദ്ദേശപ്രകാരം വൈദ്യപരിശോധനയ്ക്ക് വിധേയമായിട്ടും അതിനോട് എതിർപ്പ് കാണിക്കാതെ വിധേയത്വത്തോടെ അനുസരണം പ്രധാനപ്പെട്ട ഒന്നായി കരുതി സഭയ്ക്കകത്ത് നിന്നു എന്നുള്ളതാണ് പാദ്രി പിയോയുടെ വിശുദ്ധി. അല്ലാതെ അദ്ദേഹം ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളല്ല. പാദ്രി പിയോയുടെ അടുത്ത് കുമ്പസാരിക്കാൻ ഒരു അശുദ്ധാത്മാവ് ചെന്നു എന്നാണ് ഈ കുറിപ്പിലുള്ളത്. അത് ജീവചരിത്രവുമായി ബന്ധപ്പെട്ടാണ്. ഒരു ജീവചരിത്രം ഉണ്ടാകുന്നത് നേരിട്ട് പറയുന്ന കാര്യമല്ല. നേരിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ പോലും അത് സഭ അംഗീകരിക്കണമെങ്കിൽ, സഭാപ്രബോധനമായിട്ട് വരണമെങ്കിൽ സുവിശേഷത്തിന്റെ യഥാർത്ഥ വ്യാഖ്യാനമാണെന്ന് സഭ പറയണം. അങ്ങനെ ഇരിക്കെ ഒരു ജീവചരിത്രത്തിൽ എഴുതിയ കാര്യത്തെക്കുറിച്ചാണ് ഈ കുറിപ്പ്. ജീവചരിത്രം ഉണ്ടാകുന്ന വേറെ ആളുകൾ എഴുതുന്നതാണ്. അത് അവർ കണ്ടിട്ടോ കേട്ടിട്ടോ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അവരുടെ ബോധ്യത്തിൽ നിന്ന് എഴുതുന്നതാണ്. വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചും യേശുവിനെ കുറിച്ച് തന്നെയും വിവിധങ്ങളായ അത്തരത്തിലുള്ള എഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. സഭ അവ അംഗീകരിച്ചില്ല. അല്ലെങ്കിൽ സഭയുടെ ആധികാരിക രേഖയായിട്ടോ പ്രബോധനമായിട്ടോ അത് കൂട്ടിയിണക്കാൻ പറ്റില്ല. ഭക്തരായ ആളുകൾ ഇത്തരം ജീവചരിത്രങ്ങൾ വായിക്കുകയും ഈ വിശുദ്ധരുടെ അത്ഭുതങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ വിസ്മയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധരുടെ വിശുദ്ധ ജീവിതത്തിന്റെ യഥാർത്ഥ ഭാഗത്തെ മാറ്റിവെച്ചിട്ട് ഈ കഥകളിൽ മുങ്ങിപ്പോവുകയാണ് പലപ്പോഴും ചെയ്യാറ്. ഇനി പാദ്രി പിയോയുമായി ബന്ധപ്പെട്ട ഈ സംഭവത്തെക്കുറിച്ച് പറയാം. ഇത് ജീവചരിത്രത്തിലുള്ളതാണ്. അത് ജീവചരിത്രത്തിലുള്ളതാണെന്നുള്ളത് കൊണ്ട് അത് ചരിത്രമാകില്ല. ചരിത്രം തന്നെ ഭാഷ്യമാണ്, ഓരോരുത്തരും കാഴ്ചപ്പാടനുസരിച്ചാണ്. ചരിത്രത്തിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്ന് ചോദിച്ചാൽ, ചരിത്രം ഓരോ വീക്ഷണകോണിൽ എഴുതിയപ്പോൾ അത് സത്യത്തിന്റെ അംശം ഉണ്ടാവും. പക്ഷെ ആ വീക്ഷണകോണ് ഏതാണോ അതിന്റെ എല്ലാ മാലിന്യങ്ങളും അതിനകത്തുണ്ടാവും. ഇനി യുക്തിഭദ്രമായി ചിന്തിച്ചാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ, ഒരു അശുദ്ധാത്മാവ് കുമ്പസാരിക്കും. അശുദ്ധാത്മാവിന് കുമ്പസാരിക്കാൻ സാധ്യമല്ല. കുമ്പസാരം മനുഷ്യനുള്ളതാണ്, അത് വിശ്വാസിക്കുള്ളതാണ്. കുമ്പസാരക്കൂട് അനുതാപിയുടെ മുമ്പിലാണ് തുറക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അശുദ്ധാത്മാവ് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമല്ല. രണ്ടാമത്, അശുദ്ധാത്മബാധിതനായ ഒരു മനുഷ്യനാണ് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഇത് പാദ്രി പിയോ തിരിച്ചറിഞ്ഞ സമയത്ത് അശുദ്ധാത്മാവ് വിട്ടുപോയി എന്നും, അങ്ങനെ വിട്ടുപോയപ്പോൾ ദുർഗന്ധം ഉണ്ടായെന്നും പറയുന്നു. പിശാചിന് ദുർഗന്ധം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? പൈശാചികത മോശപ്പെട്ടതാണ് എന്നതുകൊണ്ട് ദുർഗന്ധം, വൈരൂപ്യം, അക്രമ സ്വഭാവം ഒക്കെ പിശാചിനെ മേലെ ആരോപിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അരൂപിയായ അശുദ്ധാത്മാവ് പുറത്തു പോകുമ്പോൾ ദുർഗന്ധം ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് അമ്മൂമ്മ കഥ മാത്രമാണ്. അതിൽ വിശ്വാസയോഗ്യമായ ഒന്നുമില്ല. പാദ്രി പിയോയുടെ അടുത്ത് ഒരു അശുദ്ധാത്മബാധിതനായ മനുഷ്യൻ വന്നു. അയാൾ പ്രവർത്തിച്ചിരുന്ന അശുദ്ധാത്മാവ് പാദ്രി പിയോയെ വഴിതെറ്റിക്കാൻ തർക്കം ഉന്നയിച്ച് കുമ്പസാരത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവമായിരിക്കും. അത് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല, പറയുന്നത് ജീവചരിത്രകാരനാണ്. ഇതൊന്നും വിശ്വാസത്തിന്റെ പ്രഘോഷണമായി തെറ്റിദ്ധരിക്കരുത്. എല്ലാ വിശുദ്ധാത്മാക്കളെ സംബന്ധിച്ചും അപ്പോസ്തലന്മാരെ സംബന്ധിച്ചൊക്കെ ധാരാളമായ മിത്തുകൾ കൂട്ടിച്ചേർക്കപ്പെട്ട് പറയും. ആ മിത്തുകളിലല്ല കുടുങ്ങേണ്ടത്, യഥാർത്ഥത്തിൽ വിശ്വാസ വിഷയത്തിലേക്കാണ് വരേണ്ടത്. അവിടെയാണ് ഇത്തരത്തിലുള്ള കുറിപ്പുകൾ അബദ്ധമായിട്ട് മാറുന്നത്. വിശ്വാസികൾ തെറ്റിദ്ധാരണകൾക്ക് വശംവദരായി പോകും കാരണമാകും ഇത്തരം കുറിപ്പുകൾ. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സമയം അധികരിക്കുന്നു എന്നതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും എന്ന സെഷൻ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുക, നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കും അഭിപ്രായങ്ങളുണ്ടാകും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതിനോട് നമുക്ക് തടസ്സമൊന്നുമില്ല. അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാം ക്രിസ്തുവിൽ സത്യം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ സത്യത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കഥകളിലേക്കും കെട്ടുകഥകളിലേക്കും അബദ്ധ പ്രഘോഷണങ്ങളിലേക്കും ഒന്നും ശ്രദ്ധ തിരിക്കുകയല്ല വേണ്ടത്. ജീവിതത്തെ ക്രിസ്തുവിൽ നവീകരിക്കാനും ക്രിസ്തുവിൽ അർപ്പിക്കാനും പരിശുദ്ധാത്മാവിൽ നമുക്ക് കഴിയട്ടെ. അതിനാവശ്യമായ ആത്മബലം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.